നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32, ശ്ലോകം 26 മുതൽ 30 വരെ വായിക്കാം. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വര പുമാൻ ദൃശ്യാദിഭി പൃഥക് ഭാവേ ഭഗവാൻ ഏക ഈയത്തെ. ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിനഃ യുജ്യതേഭിമതോ ഹ്യർത്ഥോ യതസംഗസ്തു കൃഷ്ണശഃ. ജ്ഞാനമേകം പരാശീനൈ ഇന്ദ്രിയൈർബ്രഹ്മനിർഗുണം അവഭാത്യർത്ഥരൂപേണ ഭ്രാന്ത്യാ ശബ്ദാദിധർമ്മിണ. യഥാ മഹാനഹം രൂപം ത്രിവിരുത്പഞ്ചവിധാസ്വരാട് ഏകാദശാവിധസ്തസ്യ വപുരന്ധം ജഗദ്യതഃ. ഏതദ്വൈ ശ്രദ്ധയാ ഭക്ത്യാ യോഗാഭ്യാസേന നിത്യശഃ സമാഹിതാത്മാ നിസ്സംഗോ വിരക്ത്യാ പരിപശ്യതി. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സെൽവ മാതാജി വായിച്ചോളൂ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നിഗമകൽപ്പതരോർഗളിതം ഫലം അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3:2, അധ്യായം 32, ഫലേച്ഛ കർമ്മങ്ങളിലെ സങ്കീർണതകൾ. ശ്ലോകം 26. ജ്ഞാനമാത്രം പരബ്രഹ്മ പരമാത്മാശ്വരാ പുമാൻ ദൃശാദിപൃഥക് ഭാവേ ഭഗവാനേക ഈയതേ. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വയം സമ്പൂർണ്ണ അതീന്ദ്രിയ ജ്ഞാനമാകുന്നു. പക്ഷെ മനസ്സിലാക്കുന്നതിലെ വ്യത്യാസമനുസരിച്ച് അദ്ദേഹം നിരാകാര ബ്രഹ്മം, പരമാത്മാവ്, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അഥവാ പുരുഷാവതാരം എന്നിങ്ങനെ വ്യത്യസ്തമായി പ്രത്യക്ഷനാകുന്നു. ശ്ലോകം 27. ഏതാവാനേവ യോഗേന
സമഗ്രണേഹ യോഗിനഃ യുച്യതേ അഭിമതോഹർത്തോ യഥസംഗസ്തു കൃഷ്ണശം. എല്ലാ യോഗികളുടെയും മഹത്തായ പൊതുബോധം വിവിധ യോഗ പരിശീലനങ്ങളിലൂടെ അവർക്ക് നേടാൻ കഴിയുന്ന സമ്പൂർണ്ണ വിരക്തിയാകുന്നു. ശ്ലോകം 28. ജ്ഞാനമേകം പരാജീനൈ ഇന്ദ്രിയർ ബ്രഹ്മ നിർഗുണം അവബാധർത്ഥരൂപേണ ഭ്രാന്താശബ്ദാദിധർമ്മിണം. വിവർത്തനം. അതീന്ദ്രിയതയോട് വൈമുഖ്യമുള്ളവർ അവരുടെ തെറ്റായ ഊഹാപോഹ കാഴ്ചപ്പാടിലൂടെ പരമോന്നതമായ പരമസത്യത്തെ വ്യത്യസ്തങ്ങളായി ദർശിക്കുന്നതിനാൽ അവർക്ക് സകലതും തങ്ങളോട് ബന്ധപ്പെട്ടവയായി തോന്നാം. ശ്ലോകം 29. യഥാ മഹാനഹം രൂപ സ്ത്രീവിപഞ്ചവിധസ്വര ഏകാദശവിധസ്തസ്യ വപുരണ്ഡം ജഗത് യഥഃ. വിവർത്തനം. സമ്പൂർണ്ണ ശക്തിയായ മഹത്തത്വത്തിൽ നിന്ന് ഞാൻ മിഥ്യാഹങ്കാരം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, 5 ഭൗതിക ഘടകങ്ങൾ, വ്യക്തിഗത അവബോധം, 11 ഇന്ദ്രിയങ്ങൾ, ഭൗതിക ശരീരം എന്നിവ സൃഷ്ടിച്ചു. അതുപോലെ ഈ ലോകം മുഴുവനും വന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്നാണ്. ശ്ലോകം 30. ഏതദ്വൈ ശ്രദ്ധയാ ഭക്ത്യ യോഗാഭ്യാസേന നിത്യശഃ സമാഹിതാത്മാ നിസ്സംഗോ വിരക്ത്യാ പരിപശ്യതി. വിവർത്തനം. വിശ്വാസം, നിശ്ചയദാർഢ്യം, പൂർണ്ണ വിരക്തി എന്നിവകളോടെ സർവദാ പരമോന്നതന്റെ വിചാരങ്ങളിൽ മുഴുകി ഭക്തിയുത സേവനം നിർവഹിക്കുന്ന വ്യക്തിക്ക് പരിപൂർണ ജ്ഞാനം ആർജിക്കുവാൻ കഴിയും. അവൻ ഭൗതിക സമ്പർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സെൽവ മാതാജി. ഹരേ കൃഷ്ണ. കപില ഭഗവാൻ ഇവിടെ ദേവഹൂതിക്ക് എല്ലാ ഭാവങ്ങളോടും കൂടി എല്ലാവിധ ശക്തിയും ഉപയോഗിച്ച് ഭഗവാന്റെ ഭക്തിയോഗം ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകി. കാരണം ഭക്തിയോഗത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ ഭൗതികതയുടെ പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. അതായിരുന്നു ദേവഹൂതിയുടെ ചോദ്യം. ഈ ഭൗതിക പ്രകൃതി വളരെ ശക്തിയുള്ളതാണ്. ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിയിൽ നിസ്സഹായ അവസ്ഥയിലാണ്. ഭൗതിക പ്രകൃതി സത്വരജസ്തമോ ഗുണങ്ങൾ ജീവാത്മാവിനെ പൂർണ്ണമായിട്ടും ബന്ധിച്ചിരിക്കുകയാണ്. സത്വരജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സത്വരജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യൻ. അവ്യനായിട്ടുള്ള ജീവാത്മാവിനെ പൂർണ്ണമായിട്ടും സത്വരജസ്തമോ ഗുണങ്ങൾ ബന്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ജീവാത്മാവിന് എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണങ്ങളിൽ നിന്ന് മുക്തി നേടി ഈ ഭൗതിക ലോകത്തിന്റെ പുറത്തു കടക്കാൻ സാധിക്കുന്നത് എന്നതായിരുന്നു ദേവഹൂതിയുടെ ചോദ്യം. ആ ചോദ്യത്തിന് കൺക്ലൂഷനായിട്ട്, അതിന്റെ മറുപടിയായിട്ട്, രത്ന ചുരുക്കമായിട്ട് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് തസ്മാത്വം സർവഭാവേന ഭജസ്വം പരമേഷ്ഠിനം തദ്ഗുണാശ്രയയാ ഭക്തിയ ഭജനീയ പദാംബുജം. എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി തസ്മാത്വം സർവഭാവേന, എല്ലാ ശക്തിയും ഉപയോഗിച്ച്, സർവഭാവേന പ്രേമപൂർവം ഭഗവാന്റെ സേവനത്തിൽ മുഴുകണം എന്നാണ് പറയുന്നത്. ഭജസ്വ പരമേഷ്ഠിനം. ആരെയാണ് സേവിക്കേണ്ടത്? പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് സേവിക്കേണ്ടത്. മറ്റ് ആരാധനകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ചുറ്റിക്കറങ്ങുക മാത്രമേ ഉള്ളൂ എന്ന് ഭഗവാൻ വ്യക്തമാക്കി കൊടുത്തു. അല്ലെ, പിതൃക്കളെ ആരാധിക്കുന്നവർ, മറ്റു ദേവതമാരെ ആരാധിക്കുന്നവർ എല്ലാം അവരുടെ അനുഗ്രഹങ്ങൾ താൽക്കാലികമാണ്. ദേവന്മാരിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ താൽക്കാലികമാണ്. പ്രളയ സമയത്ത് ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്ന സമയത്ത് ആ ദേവന്മാരവിടെ അടക്കം അവരുടെ ലോകങ്ങളെല്ലാം ഇല്ലാതായി തീരും എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ആത്യന്തികമായിട്ട് ഇവിടെ നിർദ്ദേശിക്കുന്നു, തസ്മാത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം. അതുകൊണ്ട് നീ പൂർണ്ണമായിട്ടും ഭഗവാൻ, പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് ശരണം പ്രാപിച്ച് സേവനം ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ സേവനം ചെയ്യുന്നവർക്ക് ഭഗവാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നൽകും. എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യം? വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശുവൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. കഴിഞ്ഞ ദിവസം നമ്മൾ 23-ാമത്തെ ശ്ലോകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത.
ആ ഭക്തിയോഗം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? ജനയതി, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ എന്തുദിക്കും? വൈരാഗ്യം. ജനയതി ആശു വൈരാഗ്യം. ഈ ഭൗതിക ലോകമല്ല എൻ്റെ യഥാർത്ഥ ജീവിത സ്ഥലം, ജീവിത പരിതസ്ഥിതി എന്നുള്ള സത്യം ആ ജീവാത്മാവിന് ബോധ്യമാകും. വൈരാഗ്യമുണ്ടാകും. എങ്ങനെയാണ് വൈരാഗ്യം ഉണ്ടാകുന്നത്? ജ്ഞാനം. ജനയതി ആശു വൈരാഗ്യം. ജ്ഞാനം. ഭഗവാൻ ജ്ഞാനം നൽകും. ഈ ഭൗതിക ലോകത്തിനെ കുറിച്ചും നമ്മുടെ അവസ്ഥയെക്കുറിച്ചും ജീവാത്മാവിന്റെ അവസ്ഥയെക്കുറിച്ചും ഭഗവാനെ കുറിച്ചും ഉള്ള ബോധം, ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ നൽകുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് വൈരാഗ്യമുണ്ടാകും. ജ്ഞാനം യത് ബ്രഹ്മദർശനം. മാത്രമല്ല അവർക്ക് ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുകയും ചെയ്യും. ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഭക്തി ചെയ്യുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. ഭഗവാൻ വാസുദേവനിലുള്ള ഭക്തി കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. ആ വ്യക്തി മറ്റു പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ആ വ്യക്തിക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകും. ഭഗവാനെ സേവിച്ചാൽ മതി. ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയാൽ മാത്രം മതി എന്നാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. അങ്ങനെ ആ വ്യക്തി പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധമായി തീരുകയും ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം അടുത്ത ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഭഗവാനെ വ്യത്യസ്തമായ രീതിയിൽ സമീപിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാനെ വ്യത്യസ്തമായ രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന്. ജ്ഞാനമാത്രം പരംബ്രഹ്മ പരമാത്മേശ്വര പുമാൻ ദൃശ്യാദിവി പൃഥക് ഭാവേർ ഭഗവാൻ ഏക ഈയതേ. ഭഗവാൻ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഏകലേ ഈശ്വര കൃഷ്ണൻ, അല്ലെ? ഏകോ ബഹൂനാം യോ വിദധാധികാമാൻ എന്ന് വേദങ്ങളിൽ പറയും. ഈശ്വരൻ ഒരു വ്യക്തി മാത്രമാണുള്ളത്. പക്ഷേ ഭഗവാനെ മനസ്സിലാക്കാൻ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ ജനങ്ങൾ, സാധാരണ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ജ്ഞാനമാർഗം, കർമ്മമാർഗം, ധ്യാനമാർഗം, ഭക്തിമാർഗം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ മാർഗം അനുസരിച്ച് ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. പൃഥക് ഭാവേ എന്ന് പറയുന്നത്. ഭഗവാൻ ഒരാൾ മാത്രമാണെങ്കിലും നമ്മൾ ഏത് മാർഗമാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മാർഗവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ലക്ഷ്യം മാത്രം ശരിയായാൽ മതി, മാർഗം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയല്ല. മാർഗത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ലക്ഷ്യത്തിൽ എത്തുന്നത്, അല്ലെ? നമ്മൾ ഏതെങ്കിലും ബസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് മാർഗവും പ്രധാനപ്പെട്ടതാണ്. ലക്ഷ്യം മനസ്സിലുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഏതെങ്കിലും മാർഗത്തിൽ പോയത് കൊണ്ട് ലക്ഷ്യത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പം വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് ആ ഒരേ ഒരു വ്യക്തിയായിട്ടുള്ള ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് എന്ന് പറയും. ആ 3 തരത്തിലുള്ള സാക്ഷാത്കാരങ്ങളെ കുറിച്ച് 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേ ഈശ്വര പുമാൻ. ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഭഗവാനെ ബ്രഹ്മമായിട്ടാണ് സാക്ഷാത്കരിക്കുന്നത്. നിർവ്യക്തിക ബ്രഹ്മമായിട്ടാണ് സാക്ഷാത്കരിക്കുന്നത്. രൂപമില്ല എന്ന് പറയും. ഭഗവാന് രൂപമൊന്നുമില്ല. ഭഗവാൻ ഒരു പ്രകാശം മാത്രമാണ്. ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ജ്ഞാനമാർഗത്തിൽ അവർ ഭഗവാന് സേവനം ചെയ്യുന്നില്ല. ഭഗവാനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയോ ഭഗവാന്റെ വ്യക്തിത്വത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് അവസാനം മനസ്സിലാകുന്നത് എന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപമില്ലാത്ത ബ്രഹ്മമാണ് എന്ന് ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കും. പരമാത്മേശ്വര. ഇനി ചില വ്യക്തികൾ പരമാത്മാവായിട്ട് ഭഗവാനെ മനസ്സിലാക്കും. അതാരാണ് മനസ്സിലാക്കുന്നത്? ശ്രീല പ്രഭാതര ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അഷ്ടാംഗയോഗം ചെയ്യുന്ന, ധ്യാനയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഭഗവാനെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവായിട്ട് മനസ്സിലാക്കുന്നത്.
എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അവർക്ക് മത്തസ്മൃതി ജ്ഞാനം ആബോഹനം ജ്ഞാനം, സ്മൃതി, മറവി ശക്തി ഇതൊക്കെ നൽകുന്ന പരമാത്മാവായിട്ടാണ് യോഗികൾ ഭഗവാനെ മനസ്സിലാക്കുന്നത്. ഭക്തന്മാർ മാത്രമാണ് ഭഗവാനെ ഈശ്വര പുമാൻ, ഒരു വ്യക്തിയായിട്ട് സർവൈശ്വര്യ സമ്പൂർണനായിട്ടുള്ള വ്യക്തിയായിട്ട് മനസ്സിലാക്കുന്നത്. ഭഗവാൻ എന്നുള്ള രീതിയിൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കുന്നത് ഭക്തിയിലൂടെ മാത്രമാണ്. കാരണം ഭക്തിയിൽ മാത്രമാണ് നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത്. നമ്മൾ എത്രത്തോളം ഭഗവാനെ ആശ്രയിക്കുന്നോ അതിനനുസരിച്ചാണ് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. എത്രത്തോളം ഒരു വ്യക്തി എന്നെ ശരണം പ്രാപിക്കുന്നുണ്ടോ അത്രത്തോളം ഞാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകും, അവർക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനം നൽകും എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റു യോഗങ്ങളിലും ഭക്തിയുണ്ട്. ഭക്തിയില്ലാതെ ഒരു യോഗത്തിന് വിജയിക്കാൻ സാധിക്കില്ല. ജ്ഞാനയോഗത്തിൽ നോക്കി കഴിഞ്ഞാലും നമ്മൾക്ക് അവിടെ ഭക്തി കാണാൻ സാധിക്കും. ഭഗവാനെ അവര് ധ്യാനിക്കുന്നുണ്ട്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ജ്ഞാനയോഗത്തിൽ ഭഗവാനാണ് അവരുടെ ലക്ഷ്യം, അതുകൊണ്ട് അവിടെ ഭക്തിയോഗമുണ്ട്. ധ്യാനയോഗത്തിലും ഭക്തിയുണ്ട്, കാരണം ഭഗവാനെയാണ് അവര് പരമാത്മരൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ അതിൽ രണ്ടിലും അവർ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നില്ല. തൻ്റെ സ്വന്തം ശക്തിയാൽ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. തൻ്റെ ജ്ഞാനം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാം, തൻ്റെ ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാം എന്നാണ് ജ്ഞാനിയും യോഗിയും ക്രമമായിട്ട് ചിന്തിക്കുന്നത്. പക്ഷെ ഭക്തൻ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചാണ്, ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ നേരിട്ട് സമീപിച്ച് നേരിട്ട് ആശ്രയിക്കുന്നത് കൊണ്ട് ഭഗവാൻ പൂർണ്ണമായിട്ടും ഭഗവാനെ വെളിപ്പെടുത്തി കൊടുക്കും. ഭഗവാന്റെ വ്യക്തിത്വം ഭക്തന്മാർക്ക് മാത്രമേ വെളിപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് അത് ഭഗവാന്റെ വ്യക്തിത്വം മനസ്സിലാകുന്നില്ല എന്ന് ഭഗവത്ഗീതയിലും അർജുനൻ പറയുന്നുണ്ട്. നഹിതേ ഭഗവൻ വ്യക്തിം വിദുർദേവ ന ദാനവ. വിഭൂതിയോഗത്തിൽ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദേവന്മാർക്കോ ദാനവന്മാർക്കോ ഒന്നും ഭഗവാന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭക്തന്മാർക്ക് മാത്രമേ ഭക്ത്യാമാം അഭിജാനാൻ, പരമപുരുഷനായിട്ട് ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഭക്തിമാർഗമാണ് ഉള്ളത് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഭഗവാനെ സമീപിക്കുന്ന മാർഗം അനുസരിച്ച് ഭഗവാനെ വ്യത്യസ്ത വ്യക്തികൾ മനസ്സിലാക്കുന്നത് എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മമായിട്ടും പരമാത്മാവായിട്ടും ഭഗവാനായിട്ടും അവരെത്തിച്ചേരുന്ന ലക്ഷ്യങ്ങളും വ്യത്യസ്തമായിരിക്കുമെന്ന് ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഭഗവാന്റെ വ്യക്തിത്വത്തിനെ അംഗീകരിക്കാത്തത് കൊണ്ട് അവർ ബ്രഹ്മജ്യോതിസ് വരെയാണ് എത്തിച്ചേരുന്നത്. ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബ്രഹ്മജ്യോതിസിലാണ് അവർ എത്തിച്ചേരുന്നത്. ഭഗവാനെ പരമാത്മരൂപത്തിൽ ധ്യാനിക്കുന്നവർക്ക് ബ്രഹ്മജ്യോതിസിലും പ്രവേശിക്കാം. വൈകുണ്ഠ ലോകത്തിൽ ശാന്ത രൂപത്തിൽ സ്ഥിതി ചെയ്യാനും അവർക്ക് സാധിക്കും. കാരണം അവർ ഭഗവാന്റെ സേവനത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. പരമാത്മരൂപത്തിൽ അവർ ഭഗവാനെ ധ്യാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഭഗവാന് സേവനം ചെയ്യണം എന്നുള്ള കാര്യം അവർ ചിന്തിക്കാത്തത് കൊണ്ട്, ആ സേവനം സാക്ഷാത്കരിക്കാത്തത് കൊണ്ട് അവർക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുന്നില്ല. വൈകുണ്ഠ ലോകങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവ് സേവന തൽപരരായിരിക്കണം. ഭഗവാന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈകുണ്ഠ ലോകത്തിൽ പ്രവേശിക്കുന്നത്. ഭഗവാന് സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ആരാണ്? 24 മണിക്കൂറും ഭഗവാന് സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ഭഗവാന്റെ ഭക്തന്മാരാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രം വൈകുണ്ഠ ലോകങ്ങളിൽ പ്രവേശിച്ച് ഭഗവാന് നേരിട്ട് സേവനം ചെയ്യാൻ സാധിക്കും. ഭഗവാനോടൊപ്പം സഹചരന്മാരായിട്ട് നടക്കാൻ സാധിക്കും. ഭഗവാനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കും. ഭഗവാനോടൊപ്പം നടക്കാൻ സാധിക്കും. ഭഗവാനോടൊപ്പം നർമ്മസല്ലാപങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. ഇങ്ങനെ ഭഗവാന്റെ കൂടെ നടന്ന് പാർശ്വതരാവാൻ സാധിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമാണ്. മറ്റുള്ളവർക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം മറ്റുള്ളവർ അങ്ങനെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് അതിന് സാധിക്കുകയുമില്ല. ഇനി 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എല്ലാ യോഗത്തിന്റെയും പൊതുവായിട്ടുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണമാണ് എന്ന് പറയുന്നു. ഏതാവാനേവ യോഗേന
സമഗ്രേണേഹ യോഗിന യുജ്യതേ അഭിമതോ ഹ്യർത്ഥോ യഥ സംഗസ്തു കൃഷ്ണശഃ. എല്ലാ യോഗത്തിലും ആദ്യത്തെ പടി, ആ യോഗ പരിശീലനത്തിലൂടെ നേടേണ്ട ആദ്യത്തെ കാര്യം, പൊതുവായിട്ട് നേടേണ്ടത് എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണമാണ്, അല്ലെങ്കിൽ വിരക്തിയാണ് എന്ന് പറയും. വിരക്തിയില്ലാതെ, ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിരക്തിയില്ലാതെ, ശാരീരികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമില്ലാതെ നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ആത്മീയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഏത് യോഗമാണെങ്കിലും ഇന്ദ്രിയ നിയന്ത്രണം അത്യാവശ്യമാണ് എന്ന് പറയും. ഭാവാർത്ഥത്തിൽ ശീല പ്രഭാതർ ഓരോ യോഗത്തിലും ഓരോ മാർഗത്തിലും എങ്ങനെയാണ് ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. ജ്ഞാനികൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ചാണ് ഇന്ദ്രിയ നിയന്ത്രണത്തിന് ശ്രമിക്കുന്നത്. അവർ ജ്ഞാനമാർജിക്കും, വ്യത്യസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം കാര്യകാരണ സഹിതം അവർ മനസ്സിലാക്കും. അതുകൊണ്ട് ബുദ്ധിയെ പരിപോഷിപ്പിച്ചുകൊണ്ട്, ബുദ്ധിയുടെ സഹായം കൊണ്ട്, ഇൻഫർമേഷൻ കൊണ്ട്, അറിവ് കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിച്ചു വെക്കാൻ അവർ ശ്രമിക്കുന്നു. യോഗികളാണെങ്കിൽ പ്രാണായാമം ചെയ്തുകൊണ്ട് ശ്വാസനിയന്ത്രണത്തിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും യോഗികൾ. ഇനി ഭക്തന്മാർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. അവര് ഇന്ദ്രിയങ്ങളെ കെട്ടിയിടുകയല്ല ചെയ്യുന്നത്. മറ്റു രണ്ട് മാർഗങ്ങളിലും ഇന്ദ്രിയങ്ങളെ കെട്ടിയിടാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഭക്തന്മാർ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളെ ബന്ധിച്ചു വെക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുന്നതിലൂടെയാണ് അവർ ഇന്ദ്രിയ നിയന്ത്രണം നേടുന്നത്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള, ലളിതമായിട്ടുള്ള മാർഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ കൃത്രിമമായിട്ട് ബന്ധിച്ചു വെച്ചു കഴിഞ്ഞാൽ, കെട്ടിയിട്ട് കഴിഞ്ഞാൽ, പ്രവർത്തിക്കാനുള്ള ത്വരയുള്ളത് കൊണ്ട് ഏതെങ്കിലും നിമിഷത്തിൽ അവർ അത് പ്രവർത്തിക്കും. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കും. പക്ഷെ ഭക്തന്മാർ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. ഓരോ ഇന്ദ്രിയത്തിനെയും ഭഗവാന്റെ സേവനത്തിനായിട്ട് അവർ പ്രവർത്തിപ്പിക്കും. അല്ലെ, യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. യോഗത്തിനായിട്ട്, ഭഗവാന്റെ സേവനത്തിനായിട്ട് ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കും. നാക്കിന് സംസാരിക്കാനും രുചി അറിയാനുമുള്ള ത്വരയുണ്ട്. ഇപ്പൊ സംസാരിക്കാനുള്ള ത്വര അവരെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നു. ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് ഇന്ദ്രിയ നിയന്ത്രണമാണ്. ഭൗതിക വിഷയങ്ങളല്ല സംസാരിക്കുന്നത്. ഭഗവാനെ കുറിച്ച് സംസാരിക്കാം. 24 മണിക്കൂറും നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് സംസാരിക്കാം. അത് ഇന്ദ്രിയ നിയന്ത്രണമാണ്. നാക്കിനെ നിയന്ത്രിക്കുന്നതിന് സംസാരിച്ചാൽ മതി. ആരെക്കുറിച്ച് സംസാരിക്കണം? ഭഗവാനെ കുറിച്ച് സംസാരിക്കാം. യോഗ കർമ്മസു കൗശലം. അതേപോലെ രുചി അറിയാനുള്ള ആസക്തി നമ്മൾക്കുണ്ട്. അത് എന്ത് ചെയ്യാം? ഭഗവാന്റെ പ്രസാദം കഴിക്കാം. ഭഗവാന്റെ പ്രസാദം കഴിച്ച് നാക്കിനെ തൃപ്തിപ്പെടുത്താം. നമ്മൾക്ക് കേൾക്കാനുള്ള ത്വരയുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് കേൾക്കാനുള്ള ത്വരയുണ്ട്. അത് ആരെക്കുറിച്ച് കേൾക്കാം? ഭഗവാനെ കുറിച്ച് കേൾക്കാം. 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് കേൾക്കാം. അത് ശ്രവണമാണ്. നാക്കുകൊണ്ട് ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത് കീർത്തനമാണ്. അപ്പൊ അതെല്ലാം യോഗമായിട്ട് മാറും. യോഗ കർമ്മസു കൗശലം. കാണാനുള്ള താല്പര്യമുണ്ട്. നല്ല നല്ല കാഴ്ചകൾ കാണാൻ നമ്മൾക്ക് താല്പര്യമുണ്ട്. നമ്മൾക്ക് കാണാം ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രൂപം നമ്മൾക്ക് കാണാം. ഭഗവാനെ അലങ്കരിക്കാം. ഭഗവാന്റെ ചിത്രങ്ങൾ കാണാം. ഇങ്ങനെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപം നമ്മൾക്ക് കാണാം. ഗന്ധങ്ങൾ, സുഗന്ധങ്ങൾ അറിയാനുള്ള താല്പര്യം നമ്മുടെ നാസാരന്ധ്രത്തിനുണ്ട്. അതെന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഭഗവാൻ അർപ്പിച്ച പുഷ്പങ്ങൾ മണക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഭഗവാൻ അർപ്പിച്ച സുഗന്ധങ്ങൾ മണക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് അംബരീഷ മഹാരാജാവ് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളെയും എങ്ങനെയാണ് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ സ്വാഭാവികമായിട്ട് നിയന്ത്രിക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾ പിന്നീട് താഴ്ന്ന തരത്തിലേക്ക് പോകുന്നില്ല എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട്. പരം ദൃഷ്ടാ നിവർത്തത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആ കാര്യം ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. അവയ്ക്ക് നൽകാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജോലി, ഇന്ദ്രിയങ്ങൾക്ക് ശ്രേഷ്ഠമായ ജോലി നൽകി കഴിഞ്ഞാൽ പിന്നെ താഴ്ന്ന ജോലിയിലേക്ക് അത് പോകുന്നില്ല, അല്ലേ? നമ്മൾക്കൊരു ഉയർന്ന പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് താഴ്ന്ന പോസ്റ്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഉയർന്ന സേവനമാണ് ഭഗവാന്റെ ഭക്തി സേവനം. ഉയർന്ന സേവനം കിട്ടിയ ഇന്ദ്രിയങ്ങൾ താഴ്ന്ന നിലവാരത്തിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കെട്ടിയിടുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ഉയർന്ന സേവനം നൽകുന്നതാണ് എന്നാണ്. പിന്നീട് 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ജ്ഞാനമേകം പരാചീനൈർ ഇന്ദ്രിയൈ ബ്രഹ്മനിർഗുണം അവഭാത്യർത്ഥരൂപേണ ഭ്രാന്ത്യാ ശബ്ദാദിധർമ്മിണ.
ഭക്തിയുഗത്തിലേക്ക് വരാത്ത വ്യക്തികൾ ഭഗവാനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും അവർ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ ആശ്രയിച്ച് ജ്ഞാനം നേടാൻ ശ്രമിക്കാത്തത് കൊണ്ട് വ്യത്യസ്ത രൂപത്തിൽ അവർ ഭഗവാനെ മനസ്സിലാക്കുന്നു എന്ന് പറയും. അതിന് ഉദാഹരണം ശ്രീല പ്രഭാതർ പറയുന്നുണ്ട്. പാൽ എന്നുള്ള വസ്തുവിനെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യത്യസ്ത രൂപത്തിലാണ്. പാൽ എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്, പക്ഷെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആ പാലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. കണ്ണുകൊണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പാല് എന്ന് പറയുമ്പോൾ അതൊരു വെളുത്ത വസ്തുവാണ്, ഒരു വെളുത്ത വസ്തുവാണ് എന്നുള്ള അറിവാണ് നമുക്ക് കിട്ടുന്നത്. മൂക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ഗന്ധമുള്ള ഒരു വസ്തുവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നാക്കുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല രുചിയുള്ള വസ്തുവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല തണുപ്പുള്ള വസ്തുവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് ഒരേ വസ്തുവിനെ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ ഭക്തിയോഗത്തിലേക്ക് വരാതെ മറ്റ് യോഗങ്ങളിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ വ്യത്യസ്ത രീതിയിലുള്ള സിദ്ധാന്തങ്ങളാണ് ഭഗവാനെ കുറിച്ച് ചമയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് ഭ്രാന്ത്യ ശബ്ദാതിധർമ്മിണ. ഭ്രാന്ത്യ, അവർക്ക് പൂർണ്ണമായിട്ടുള്ള അറിവ് ഭഗവാനെ കുറിച്ച് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നു. പിന്നീട് വീണ്ടും ഭഗവാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യാണ്. നേരത്തെ ഭഗവാൻ ഈ ഭൗതിക പ്രകൃതി എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, മഹത്തത്വത്തിൽ നിന്നാണ് ഈ മുഴുവൻ ഭൗതിക പ്രകൃതിയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ആ മഹത്തത്വത്തിൽ നിന്ന് വരുന്ന ഘടകങ്ങൾ, ഭൗതിക ഘടകങ്ങൾ, 24 ഭൗതിക ഘടകങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്നുകൂടി ചുരുക്കി പറയുന്നുണ്ട്. 24 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്കറിയാം അല്ലെ? 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം 23, ചിത്തം അല്ലെങ്കിൽ അവബോധം, ഇങ്ങനെ 24 ഘടകങ്ങൾ. അതിന്റെ പുറമെയാണ് ജീവാത്മാവ്, 25ാമത്തെ ഘടകം. അതിനും പുറമെയാണ് പരമാത്മാവ്, 26ാമത്തെ ഘടകം. ഇങ്ങനെ ഈ ഘടകങ്ങളെല്ലാം, ഈ 24 ഭൗതിക ഘടകങ്ങളും ഭഗവാനിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നാണ് 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥാ മഹാനഹം ധൂപ ത്രികൃത് പഞ്ചവിധ സ്വരാൻ ഏകാദശാവിധസ്തസ്യ വപുരണ്ഡം ജഗത് യഥാ. ഓരോ ജഗതണ്ഡങ്ങളും രൂപപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സമ്പൂർണ്ണ ശക്തിയായ മഹത്തത്വത്തിൽ നിന്ന് ഞാൻ നിത്യാഹങ്കാരം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, 5 ഭൗതിക ഘടകങ്ങൾ, വ്യക്തിഗത അവബോധം, 11 ഇന്ദ്രിയങ്ങൾ, ഭൗതിക ശരീരം എന്നിവ സൃഷ്ടിച്ചു. അതുപോലെ ഈ ലോകം മുഴുവൻ വന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്നാണ്. അതിന്റെ വിശദീകരണമൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഏതദ് വൈശ്രദ്ധയാ ഭക്തിയാ യോഗാഭ്യാസേന നിത്യശഃ സമാഹിതാത്മാ നിസ്സംഗോ വിരക്ത്യാ പരിപശ്യതി. 30ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെ ഈ ഭക്തിയിൽ നമ്മൾക്ക് പുരോഗതി ഉണ്ടാക്കാം, ഭക്തിയിൽ പുരോഗതി നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങളെ കുറിച്ച് പറയുന്നു. വിശ്വാസം, നിശ്ചയദാർഢ്യം, പൂർണ്ണ വിരക്തി. ഈ ഘടകങ്ങളോടുകൂടി നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് പുരോഗതി ഉണ്ടാകാം, പരിപൂർണ ജ്ഞാനം ആർജിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിശ്ചയദാർഢ്യം ഭക്തിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അല്ല, ധ്രുവ മഹാരാജാവിന്റെ നിശ്ചയദാർഢ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. 5 വയസ്സുള്ള കുട്ടിയാണ്. 5 വയസ്സുള്ള കുട്ടി കാട്ടിലേക്ക് പോയി. നാരദ മഹർഷി പറഞ്ഞു, തിരിച്ചു പോകണം, നിനക്ക് ഇതിന് പ്രായമായിട്ടില്ല, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ ധ്രുവ മഹാരാജാവ് തിരിച്ചു പോകുന്നില്ല. അങ്ങനെ അദ്ദേഹം നാരദ മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ച് പൂർണ്ണമായിട്ടും വിരക്തിയോടുകൂടി അവസാനം ആഹാരം പോലും കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ശ്വാസം പോലും വിടാതെ ഭഗവാനെ സാക്ഷാത്കരിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ നിന്നതുകൊണ്ട് 6 മാസം കൊണ്ട് ധ്രുവ മഹാരാജാവിന് ഭഗവാന്റെ ദർശനമുണ്ടായി. നിശ്ചയദാർഢ്യം ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിടയിൽ ധ്രുവ മഹാരാജാവിന്റെ മനസ്സിനിളക്കാൻ പലരും ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ദേവന്മാർ പോലും വന്നു. ദേവന്മാർക്ക് കുറച്ച് അസൂയുണ്ടായി. ദേവന്മാർ പോലും വന്ന് പല രീതിയിൽ, നിന്റെ അച്ഛൻ മരിച്ചുപോയി, നിന്റെ കൊട്ടാരത്തിൽ തീ കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും പ്രലോഭിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതിലൊന്നും വീണുപോകാതെ ധ്രുവ മഹാരാജാവ് പൂർണ്ണ നിശ്ചയദാർഢ്യത്തോടുകൂടി ഉറച്ചു നിന്നത് കൊണ്ടാണ് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. പ്രഹ്ലാദ മഹാരാജാവിന്റെ ചരിത്രവും നമ്മൾക്ക് അതേപോലെ തന്നെ അറിയാം.
എല്ലാം വിപരീത സാഹചര്യമാണ്. ഒരൊറ്റ വ്യക്തി പോലും പ്രഹ്ലാദ മഹാരാജാവിന്റെ ഭക്തിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ പോലും ഭക്തി ചെയ്തത് കൊണ്ട് മാത്രം പ്രഹ്ലാദ മഹാരാജാവിനെ വധിക്കാൻ ശ്രമിച്ചു. ആ അവസ്ഥയിലും നിന്നുകൊണ്ട് ഭക്തി ചെയ്തത് കൊണ്ട് പ്രഹ്ലാദ മഹാരാജാവിന് വേണ്ടി മാത്രം ഭഗവാൻ അവതരിച്ചു. ആ നിശ്ചയദാർഢ്യം ഭക്തന്മാർക്ക് പുരോഗതിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് പറയുന്നത്. വിശ്വാസം, നിശ്ചയദാർഢ്യം. വിശ്വാസം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള വിശ്വാസം, ഭഗവാൻ അതിന് സാധിക്കും എന്നുള്ള വിശ്വാസം. നിശ്ചയദാർഢ്യം, ഇനി ഞാൻ ഒരിക്കലും പുറകോട്ടില്ല, ഭക്തിയിൽ മുന്നോട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യം. പൂർണ്ണ വിരക്തി, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഭക്തിയിൽ പെട്ടെന്ന് പുരോഗമിക്കാനും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആർജിക്കാനും സാധിക്കുമെന്നാണ് ഈ 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നാമജപം തുടരാം. അതിനുശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ജപിച്ചോട്ടെ. ബിജു പ്രഭുജി ജപിച്ചു. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസ